ശാസ്ത്രീയമായ നൃത്തത്തിൽ സാംസ്കാരികമായി കൊച്ചി അത്രമേൽ ഔന്നത്യത്തിലേക്ക് എത്തി എന്ന് കരുതുന്നു. ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സഹൃദയത്വത്തിന് ലഭിച്ച ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഒരുപാട് നന്ദി. ഞാൻ ഒരാളുടെ പേര് ഇപ്പോൾ എടുത്തു പറഞ്ഞു. ആശാ ശരത് ആദ്യത്തെ നൃത്തം അവതരിപ്പിച്ചപ്പോൾ അമ്മ തന്നെയാണ് വായിച്ചത്. തീർച്ചയായിട്ടും ഇത് അപൂർവമായ ഒരു പരിപാടിയായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ കളക്ടറെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് സംസാരിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വേണം. കാരണം അദ്ദേഹം മണിക്കൂറുകൾ നീണ്ട ചീഫ് സെക്രട്ടറിയുടെ ഒരു പരിപാടി കഴിഞ്ഞാണ് വന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്. ഒരു ഗുരുക്കന്മാരെ ആദരിക്കുന്ന പരിപാടിയിൽ മേയറേക്കാൾ കൂടുതൽ സത്യത്തിൽ യോഗ്യനായ ഒരാളാണ് നമ്മുടെ ജില്ലാ കളക്ടർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ വിനയമുള്ള ആളാണ്, ആവശ്യത്തിൽ കൂടുതൽ ഗുരുഭക്തിയുള്ള ആളാണ്. അദ്ദേഹം ഒരാളെ പോലും മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷിൻ്റെ IAS-ൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ നല്ലതാണ്. അതിനും ഞാൻ നന്ദി പറയുന്നു. ഒരു നല്ല കയ്യടി നമ്മുടെ കളക്ടർക്ക് കൊടുക്കും. ഈ കയ്യടി എന്ന് മനസ്സിലായില്ല, നേരേക്കാൾ കൂടുതൽ സ്വീകാര്യതയുള്ള ആളാണ് കളക്ടർ. 2, ശ്രീമതി ബീര, നമ്മുടെ മലയാളിയായ നമ്മുടെ തന്നെ ഒരു കുട്ടിയായ, അത് മടിച്ചാണെങ്കിൽ പോലും ഗുരുക്കന്മാരിരിക്കുന്ന ഒരു വേദിയിൽ വരുന്നില്ല എന്നെങ്കിലും പറഞ്ഞെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഇവിടെ വരാൻ കാണിച്ച ഒരു സ്റ്റേജിലൊരു നർത്തകിയുടെ ഒരു സാന്നിധ്യം വളരെ വലുതാണ്. സ്റ്റേജിന്റെ വൈബ് നൽകുന്നത് തീർച്ചയായിട്ടും നർത്തകിയാണ്. ഞങ്ങളുടെ ഈ ടൗണിലുള്ള സ്റ്റേജ് നൃത്തത്തിന് പറ്റിയൊരു സ്ഥലമാണോ എന്ന് എല്ലാവർക്കും വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഉദ്ഘാടനത്തിന് പറഞ്ഞതാണ് ഇത്തവണ. ശോഭന എന്ന നർത്തകി ഈ സ്റ്റേജിലേക്ക് കയറി നൃത്തം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ടൗൺ ഹാളിന്റെ സ്റ്റേജിന്റെ ഗാംഭീര്യം എന്താണ് എന്ന് കൊച്ചിക്കാർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ആശാ ശരത്തിന്റെ സാന്നിധ്യം ഇന്ന് വലിയ ഒരു അനുഗ്രഹമായി. ഈ പരിപാടി നമ്മുടെ ബാബു വളരെ മനോഹരമായി സംഘടിപ്പിച്ചതിന് പിന്നിൽ അത്യധ്വാനം ചെയ്തയാളാണ് ഡോക്ടർ രാജൻ. 2 സിബി, അവരോടൊപ്പമുള്ള ഹെഡിന്റെ ഒരു ഫുൾ ടീമുണ്ട് പെൺകുട്ടികളെ. ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. അവർക്ക് എല്ലാവർക്കും ഒരു നല്ല കയ്യടി കൊടുക്കണം. എനിക്ക് ആകെ ഒരു പരാതി ഉള്ളത് നമ്മുടെ ഹിറ്റ്ലർ സിനിമയിലെ പോലെയാണ് ശ്രീ ഡോക്ടർ രാജൻ. അദ്ദേഹം പുരുഷന്മാരെ ആരെയും ആ ഓഫീസിൽ എന്തുകൊണ്ടോ ജോലിക്ക് വയ്ക്കുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹവും പിന്നെ കുറെ പെൺകുട്ടികളുമാണ് ആ ഓഫീസിലുള്ളത്. സഹൃദയത്വം കൊണ്ടായിരിക്കാം. ഏതായാലും ഒരു നല്ല കയ്യടി നമുക്ക് CAക്ക് കൊടുക്കാം. ഒപ്പം ഈ പരിപാടി ബാബു അതിന്റെ ഗാംഭീര്യത്തിൽ 2ാം പതിപ്പിലേക്ക് കടന്നതിന് പിന്നിൽ, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നർത്തകരെ ഇവിടെ വരുത്തിയതിന് പിന്നിൽ മേയറും കൊച്ചി നഗരസഭയും അല്ല, അതിനൊരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായും നമ്മുടെ ശ്രീ V കലാധരനാണ്. അദ്ദേഹത്തിനും ഒരു നല്ല കയ്യടി കൊടുക്കണം. ഒപ്പം ആസ്വാദക സദസ്സ് എന്ന നിലയിൽ എത്രയോ ദിവസങ്ങൾ തുടർച്ചയായി ഇന്നലെയും ഇന്നച്ചാൽ ഞങ്ങൾ മറികടക്കും എന്ന കാര്യം അവിടെയുള്ള ആളുകളെ ഒന്ന് അറിയിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിന് ഈ പരിപാടി അന്വർത്ഥമാക്കിയതിന് പിന്നിൽ ഫെഡറൽ ബാങ്കിന് കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. In the audience,